ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ഓണം എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം ഫോക്കസ് ചെയ്യില്ല, ആൻസർ മാത്രമായിരിക്കും കൂടുതൽ നോക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ സെക്ഷൻ എയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളതാണ്. നമുക്കതിന് ആൻസർ നോക്കാം. സെക്ഷൻ എയിൽ 1, 2, 3 ഇതിൻ്റെ ആൻസറാണ് നോക്കുന്നത്. 1, 2, 3, 4 4 ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഫിഗർ ബി ആണ്. കാണിച്ചു തരാം. ഇതാണ് ആൻസർ വരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഡി ആണ്. 2D ആണ് ആൻസർ വരിക. മൂന്നാമത്തെ ആൻസർ എ. 2 and 3 ആർ കറക്റ്റ് ആണ്. എ ആണ് ആൻസർ. നാലാമത്തതിൻ്റെ ആൻസർ ദിസ് ഇസ് എൻ ഇൻറ്റേർണൽ ഫോഴ്സ്. ബി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ 1, 2, 3, 4 കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. ഫിഗർ ബി രണ്ടാമത്തതിൻ്റെ ഡി ആണ്. 3 എ ആണ്. 4 ബി ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ അഞ്ചാമത്തെ 5, 6ൻ്റെ 5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ കെറോസിൻ്റെയും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ഫിഗർ ഏതാ ചോദിച്ചിട്ടുണ്ട്. ഫിഗർ ബി ഈസ് കറക്റ്റ്. ഇതാണ് കറക്റ്റ് ആയത്. ബിക്കോസ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം ദ റിഫ്രാക്റ്റഡ് റേ ബെൻസ് അവേ ഫ്രം ദ നോർമൽ. 6 ആണ് അടുത്തത്. ആറാമത്തതിൻ്റെ എ ആൻസർ ഗ്രാഫ് ബി ആണ്. ഇതിൻ്റെ ആൻസർ ബി ആണ് കേട്ടോ. അതുപോലെ ബിയുടെ ആൻസർ ഗ്രാഫ് സി. അപ്പോൾ 5 and 6ൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്യുക. അടുത്തത് ഏഴാമത്തെ 2 ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ ഡെപിക്റ്റഡ് ആണ് തന്നിരിക്കുന്നത്. 7ൽ എ ബി എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7Aയുടെ ആൻസർ റിസൾട്ടൻറ്റ് ഫോഴ്സസ് 20 ന്യൂട്ടൺ ടുവാർഡ്സ് ഈസ്റ്റ്. 20 ന്യൂട്ടൺ ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇവിടെ ബിയുടെ ആൻസർ ടു മേക്ക് ദ ഫോഴ്സസ് ബാലൻസ് ദ ഫോഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ ഹൗ മച്ച്. ഫോഴ്സ് ടുവാർഡ്സ് ഈസ്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു 100 ന്യൂട്ടൺ. അടുത്തത് എട്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. അത് വെച്ച് 8Aയുടെയും ബിയുടെ ആൻസർ കാണണം. 8Aയുടെ ആൻസർ വരുന്നത് ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. 8Bയുടെ ആൻസർ വരുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ടു ബി അപ്ലൈഡ് ടു ബ്രിങ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. 8Bയുടെ ആൻസർ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓൺലി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ക്യാൻ ചേഞ്ച് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ്. ഇവിടെ ഒരു ടി ഉണ്ട് കേട്ടോ, ഒബ്ജക്റ്റ് എന്നുണ്ട്. നെക്സ്റ്റ് 7ഉം 8ഉം കഴിഞ്ഞാൽ 9 വാട്ട് ഇസ് മെൻ ബൈ ഇനേർഷ്യ ഓഫ് മോഷൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് മോഷൻ അസോസിയേറ്റഡ് വിത്ത് ദിസ് ആണ്. 9ൻ്റെ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനേർഷ്യ ഓഫ് മോഷൻ ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ്സ് ഓഫ് യൂണിഫോം മോഷൻ. അടുത്തത് 10 ആണ്. 10A 10B ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരിക്കും. ഒന്ന് ചെയ്താൽ മതി. ഞാൻ 2ൻ്റെ ആൻസറും പറയാം. 10A കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാംസ് ആണ്. നമുക്ക് നോക്കാം. ഇതുപോലെയാണ് 10Aയുടെ ഡയഗ്രാം വരിക. എയർ ഗ്ലാസ് 45 ഡിഗ്രി കൊടുക്കുക. ഇതിൽ എയർ ഗ്ലാസ് മേലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും കാണിച്ച് 45 ഡിഗ്രി കൊടുക്കുക. അടുത്തത് നമുക്ക് 10Bയും കംപ്ലീറ്റ് ദി പാത്ത് ഓഫ് ലൈറ്റ് ഇൻ ദ ഫിഗർ ആണ്. 10Bയുടെ ആൻസറും നമ്മൾ ഇതുപോലെ ഫിഗർ ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഗ്ലാസ്സിലൂടെ വരുന്നു, എയറിലേക്ക്, എയറിൽ നിന്ന് മീഡിയത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ വരച്ചു കൊടുക്കുക. ദെൻ എയർ ടു ഗ്ലാസും കാണിക്കുക കേട്ടോ. 10Bയുടെ ആൻസർ. അപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 10A അല്ലെങ്കിൽ 10B ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 11A 11B ഉണ്ട്. 11Aയുടെ ആൻസർ കറക്റ്റ് റോങ് ഡാറ്റയാണ്. ഇത് തെറ്റായിട്ട് തന്നിട്ടുണ്ട്, ഇത് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ മെൻഷൻഡ് ആണ്. ആക്സിലറേഷൻ, സ്കേലാർ ക്വാണ്ടിറ്റി, ഡയറക്ഷൻ ഈസ് നോട്ട് മെൻഷൻ, ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇതാണ് ആൻസേഴ്സ് ഈ റെഡിലുള്ളത്. 11Bയുടെ ആൻസർ റൈറ്റ് ഡൗൺ 2 ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ്. 11Bയുടെ നമുക്ക് 2 പോയിന്റ് എഴുതണം. ആദ്യ പോയിന്റ് സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ബട്ട് വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി.
11 ബിയുടെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് സ്പീഡ് ക്യാൻ നെവർ ബി നെഗറ്റീവ് ബട്ട് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദെൻ നമുക്ക് സെക്ഷൻ സിയിൽ 12, 13, 14 ഉണ്ട്. 12 എ ബി എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ, 13 അതുപോലെ 2 എണ്ണം, 14 2 എണ്ണം. നമുക്ക് 12 നോക്കാം. 12A 12A റിഫ്രാക്ഷൻ ആണ്. എന്താ റിഫ്രാക്ഷൻ? When a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation at the surface of separation of the mediums. This phenomenon is refraction. അത് 12Aയുടെ ആൻസർ. 12B, when light rays from the coin pass from water to air, they bend away from the normal. So the coin appears at a higher position than its actual depth. 12 എയും ബിയും കഴിഞ്ഞാൽ 13A ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാ ചോദിച്ചാൽ 30 ഡിഗ്രി കേട്ടോ. 13A കഴിഞ്ഞാൽ 13Bയിൽ 2 പോയിന്റ്. 13B, when light is incident normal to the surface, when light travels from one medium to another medium of the same optical density. 14A deviates from the normal ആണ് ആൻസർ. 14Aയുടെ ആൻസർ deviates from the normal. 14B റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ് C/V ചെയ്യുക. C എന്താണ്? 3 × 10⁸ ഡിവൈഡഡ് ബൈ 2 × 10⁸ ചെയ്യുക. അപ്പോൾ 10⁸ 10⁸ ക്യാൻസൽ ആവും. 3/2 എന്ത് വരും? 3ന്റെ പകുതി 1.5, 1.5 ആൻസർ വരും കേട്ടോ. 1.5. അടുത്തത് 15, 16, 17 ഉണ്ട്. 16A 16B എന്ന് പറഞ്ഞിട്ട് ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആദ്യം 15 നോക്കാം. 15 ഇതാണ് ആൻസർ വരിക. ഡിസ്റ്റൻസ് 400 തന്നിട്ടുണ്ട്. സ്പീഡ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ സ്പീഡ് നമ്മൾ ഡിസ്റ്റൻസ് തന്നിട്ട് സ്പീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് 400/58 m/s കിട്ടും. ബി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, ആവറേജ് വെലോസിറ്റിയും 0 ആണ് കേട്ടോ. ഇനി 16A 16Aയുടെ ഡയഗ്രാം ഇതുപോലെയാണ് ഗ്രാഫ് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ ടൈം ഇതുപോലെ താഴെ ടൈം മാർക്ക് ചെയ്യുക, സൈഡിൽ വെലോസിറ്റി മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഗ്രാഫ് വരയ്ക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ഏരിയ ഓഫ് ദ ട്രപ്പീസിയം = 1/2 H ബ്രാക്കറ്റിൽ A+B ദാറ്റ് ഈസ് = 1/2 × 30 × 18 + 6 വരും. 360 എന്നാണ് ആൻസർ വരിക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 16Bയുടെ ഗ്രാഫ് ഇതുപോലെ വരും. നിങ്ങൾ ഈ സൈഡിൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക, ഇത് ഡിസ്റ്റൻസ്, ടൈം മാർക്ക് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 17th സെക്കൻഡ് ആണ്. 17ാമത്തെ സെക്കൻഡിൽ 110 മീറ്റർ ആണ് ഡിസ്റ്റൻസ് കവേർഡ് വരിക. ഇനി 17A 17B ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. 17Aയുടെ ആൻസർ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് വൈറ്റ് കളർ ഡ്രസ് ഇൻ ഡിം ലൈറ്റ്. 17Bയുടെ ആൻസർ എ പെഡസ്ട്രിയൻ ഷുഡ് വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് വെൻ ദർ ഇസ് നോ ഫുട് പാത്ത്. 17C എ പെഡസ്ട്രിയൻ ഷുഡ് യൂസ് ദ ഫുട് പാത്ത് ഇഫ് അവൈലബിൾ. ഇനി 17Bയുടെ ആൻസർ റോഡ് സൈൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. റോഡിലെ സൈനുകൾ 3 കാറ്റഗറി ആക്കി. 1 മാൻഡേറ്ററി സൈൻസ്, 2 കോഷണറി സൈൻസ്, 3 ഇൻഫോർമേറ്ററി സൈൻസ്. Mandatory signs, these are the warning signs that must be compulsorily followed. They are marked in red circles. Cautionary signs, these are meant to warn about the condition of the road in journey ahead. It is marked in red triangles. 3 informatory signs ആണ്. It is usually marked in blue rectangle. These signs provide the information about the facilities, the direction to go, etc. 17 കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സെക്ഷനിൽ സെക്ഷൻ ഡിയിൽ 18A 18B ആണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമുക്ക് രണ്ടും നോക്കാം. 18Aയിൽ 3 ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വെലോസിറ്റി 80 മീറ്റർ, പിന്നെ 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ ബുള്ളറ്റ് വിത്തിൻ ദ ട്രീ ആണ്. അപ്പോൾ എയുടെ ആൻസർ നോക്കാം. കണ്ടല്ലോ, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന 80 m/s, പിന്നെ 8 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കി, വെലോസിറ്റി 0 കൊടുത്തു. വി ഹാവ് V². ഈ ഫോർമുല ഇട്ടിട്ട് വേണം ചെയ്യാൻ. V² = U² + 2AS. അപ്പോൾ V ഇവിടെ 0 ആയതുകൊണ്ട് 0 ഇവിടെ പുട്ട് ചെയ്യുക. 0² = 80² + 2 × A × 0.08. ആക്സലറേഷൻ എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ് ഇവിടെ. ഇതാണ് വരിക. ഇത് എയുടെ ആൻസർ വരും. ബിയുടെ ആൻസർ V = U + AT എന്ന് പറയുന്ന ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. 0 = 80 + -40,000 × T, അല്ലെങ്കിൽ T = 80/40,000. ആൻസർ 0.002 സെക്കൻഡ്സ് വരും. 18Bയുടെ ആൻസർ 18Bയിൽ ABC ചെയ്യാനുണ്ട്. A ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്.
30 + 30 + 50 110 മീറ്റർ ആണ്. ബിയുടെ ആൻസർ ഡിസ്പ്ലേസ്മെൻറ്റ് 50 മീറ്റർ. സിയുടെ ആൻസർ സ്പീഡ് 80 ഉണ്ട്. ആക്സലറേഷൻ 10 m/s² ഉണ്ട്. u = 0 ഉണ്ട്. അപ്പോൾ s = ut + 1/2 at² അപ്ലൈ ചെയ്തു. 80 = 0 × t + 1/2 × 10 × t². t² = 8/5, ദാറ്റ് ഈസ് = 16 ആൻസർ വരും. സ്ക്വയർ ആണ് 16, ഇതിൻ്റെ റൂട്ട് വേണം. അപ്പോൾ 4 ആണ്. t = എന്ത് വരും? 4 സെക്കൻഡ്സിന് ആൻസർ വരും. ഇത് ഇൻറ്റു ആണ് കേട്ടോ, എക്സ് അല്ല, ഇൻറ്റു ആണ്. അതുകൊണ്ടാണ് ഇത് വായിച്ച് തന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ട് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഇങ്ങനെ എഴുതുന്നത്, കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.